ഒരു വ്യക്തിയിലെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, ഹൈ ബി പി എന്നൊക്കെ പറയുന്നത്, ഇത് അപകടകരമായ അവസ്ഥയിലാണോ എന്നറിയുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് ഏതൊക്കെയാണെന്ന് നോക്കാം. കടുത്ത തലവേദന വരിക. സാധാരണഗതിയിൽ തലവേദന പല അസുഖങ്ങളുടെ ലക്ഷണമാണെങ്കിലും ബി പി ഉള്ള ഒരു വ്യക്തിക്ക് കാരണമില്ലാതെ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലും ഇത്തരത്തിലെ ഒരു തലവേദനയുമായിട്ടായിരിക്കും. അപ്പം ഇത്തരത്തിൽ കഠിനമായ ഒരു തലവേദന വരുവാണെങ്കിൽ അത് ബി പി കൂടി എന്നുള്ളതിൻ്റെ ഒരു മാർക്കറായിരിക്കാം, ഒരു ലക്ഷണമായിരിക്കാം. പിന്നെ കാണുന്ന ഒരെണ്ണമെന്ന് വെച്ചാൽ കാഴ്ചയിൽ വ്യതിയാനങ്ങൾ വരിക, കാഴ്ച മങ്ങാൻ തുടങ്ങുക. പൊതുവെ ബി പി കാണപ്പെടുന്നത് പ്രായമായ വ്യക്തികളിലായതുകൊണ്ട് ഈ മങ്ങൽ പ്രായത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളിത് അവഗണിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലെ മങ്ങൽ വരുന്നതും അക്കൂടെ പ്രത്യേക തരത്തിലുള്ള ഒരു കാഴ്ചയിലെ മാറ്റം എന്ന് വെച്ചാൽ ചിലപ്പം ഒരു ഭാഗത്തെ സാധനങ്ങൾ, ഒരു ലെഫ്റ്റ് സൈഡിലെ സാധനം അല്ലെങ്കിൽ റൈറ്റിലെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചയുടെ ആ ഫീൽഡിലെ താഴ്ഭാഗത്തെ സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ കാഴ്ചയിൽ വരുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ഹൈപ്പർ ടെൻഷന്റെ വളരെ കൂടിയിരിക്കുന്ന ബി പിയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതുകൂടാതെ നെഞ്ചുവേദന, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ നെഞ്ചുവേദന വരണം. ബി പി കൂടുന്നത് ഹാർട്ടിന്റെ ആക്ഷൻ കൂട്ടാനുള്ള ഒരു കാരണമാകുന്നു. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പ്രഷർ കൂടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആ ഒരു സ്ട്രെയിൻ്റെ ലക്ഷണമാണ് ഹൃദയഭാഗത്ത്, അതായത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുക. ഇതും കഴിഞ്ഞ് പലപ്പോഴും ബി പി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ മുഖം കഴുകുകയോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകുന്ന സമയത്തൊക്കെ മൂക്കിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്ലീഡ് വരിക, ഫ്രഷ് ബ്ലഡ്, എപ്പിസ്റ്റാക്സിസ് എന്ന് പറയും. അത്തരത്തിൽ രക്തം വരിക. ആ രക്തം വരുന്നതും അമിതമായി കൂടിയിരിക്കുന്ന ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇതുകൂടാതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ചെറുതായിട്ട് കുറച്ച് നടന്നു, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ കയറി, ഒരു സ്റ്റെയർ കേസ് കയറി, അല്ലെങ്കിൽ ഒന്ന് ഓടേണ്ട ഒരു ആവശ്യം വന്ന് ചെറുതായിട്ടൊന്ന് ഓടി, അങ്ങനത്തെ അവസ്ഥകൾ വന്നാൽ പോലും നമ്മളുടെ നെഞ്ചിടിപ്പ് വരിക, ശ്വാസം മുട്ടൽ പോലത്തെ ഒരു ഫീല് വരിക, നമുക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുക. അപ്പൊ ഇത്തരത്തിലെ ലക്ഷണങ്ങൾ, ഈ 5 ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഇതിലെ 2 തൊട്ട് 3 വരെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും ബി പി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് മോണിറ്റർ ചെയ്യുകയും അതിന് വേണ്ട ചികിത്സകൾ തേടേണ്ടതുമാണ്.